ഏതായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ്സിനെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ വിപണി മുന്നോട്ട് എങ്ങനെയാണ് അതിന്റെ എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കാനായി ഇൻഹൗസ് എക്സ്പേർട്ടായ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് Anla and morning viewers. സാർ, അപ്പൊ അതുപോലെ യുഎസ് വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഒരു റെക്കോർഡ് ക്ലോസിംഗ് ആയിരുന്നു നടത്തിയത് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 1.14% നേട്ടത്തോടു കൂടി 16,274.94 എന്നൊരു നിലവാരത്തിൽ ഒരു ഹൈ റെക്കോർഡ് ക്ലോസിംഗിലായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. S&P 500ലേക്ക് വരുമ്പോഴും 0.8% നേട്ടം നിലനിർത്തിക്കൊണ്ട് 5,137.08 എന്ന നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. ഡൗ ജോൺസ് മാത്രമാണ് മറ്റ് രണ്ട് സൂചികളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാർജിനൽ നേട്ടം മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടായത്. 0.23% നേട്ടത്തോടു കൂടി 39,087.38 എന്ന നിലവാരം. ഈ ഒരാഴ്ചയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ജെറോം പവലിന്റെ ടെസ്റ്റിഫിക്കേഷൻ അടക്കം വരാനിരിക്കുന്ന ഒരു വാരമാണ് ഇത്. ഇന്നത്തെ ഈ ദിവസത്തിൽ ഡൗ ജോൺസ് അല്ലെങ്കിൽ മറ്റ് യുഎസ് സൂചികളുമായിട്ട് ബന്ധപ്പെട്ട് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അനില, ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് അനില സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ആൻഡ് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ മുന്നിൽ ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന 3 റെസിസ്റ്റൻസ് സോൺസ് എന്ന് പറയുന്നത് ആദ്യത്തെ 39,300 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 39,400. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 400 പോയിന്റ് അവിടുന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ 39,800 പോയിന്റ്സ് ആയിരിക്കും മൂന്നാമത്തെ ഒരു ടാർഗറ്റ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് മുന്നിൽ നമുക്ക് മേജർ ഒരു റെസിസ്റ്റൻസ് ഒന്നും തന്നെ കാണുന്നില്ല. ഈ ലെവൽസിൽ നിന്നും നമുക്ക് അഗെയിൻ ഒരു 250 to 350 പോയിന്റ്സിന്റെ നേട്ടം കൂടെ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റ് പ്രത്യേകിച്ചും ഗോൾഡിലേക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ടിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ലെവലൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു മുന്നേറ്റം ഇന്നത്തെ വ്യാപാരത്തിൽ ഗോൾഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 2,089.7 എന്ന നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ പോയിന്റ് എന്താണ്? അല്ല, സ്വർണത്തിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് $2,040 ആയിരുന്നു. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്ത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു സ്വർണം ക്ലോസ് ചെയ്തത്. സ്വർണത്തിന് മുന്നിൽ ഇനി 2 മേജർ റെസിസ്റ്റൻസേ കാണുന്നുള്ളൂ. ആദ്യത്തെ 2,100 ആ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ 2,152. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഈ ഒരു ശക്തമായ ക്ലോസിനെ തുടർന്ന് ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്ന് അല്ലെങ്കിൽ നാളെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ ക്രൂഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ക്രൂഡിൽ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. WTI ക്രൂഡ് ബാരലിന് 79.94 എന്നൊരു നിലവാരത്തിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെൻഡിൽ ബാരലിന് 83.64 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെൻഡ്, WTI ക്രൂഡ് എന്നീ കമ്മോഡിറ്റീസുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള വിലയിരുത്തൽ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് $80 ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ക്രൂഡിന്റെ കേസിലും ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ക്രൂഡിന്റെ നിലവിലുള്ള ഈ ഒരു ബുള്ളിഷ് അണ്ടർടോൺ തിരിച്ച് ബെയറിഷായി മാറണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ $75 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടണം. എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ച ഇത് സംഭവിക്കുന്നു.
സർ, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള 2 സെഷൻസിലും, അതായത് വെള്ളിയാഴ്ചത്തെ നോർമൽ സെഷനിലും ശനിയാഴ്ചത്തെ സ്പെഷ്യൽ സെഷനിലും ഒരു റെക്കോർഡ് ക്ലോസിംഗ് നടത്താനായിട്ട് വിപണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ചത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു റെക്കോർഡ് ഹൈ ആയിട്ടുള്ള 22,419.55 എന്നതാണ് ഇൻട്രാഡേ ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ അന്നത്തെ ഒരു ഇൻട്രാഡേ ലോ പരിശോധിക്കുകയാണെങ്കിൽ 22,367.05 എന്നതുമായിരുന്നു. ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലായിരുന്നു വിപണി വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിൽ പോലും 22,350 മുകളിൽ വ്യാപാരം നിലനിർത്താൻ സാധിച്ചിട്ടുമുണ്ടായിരുന്നു. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിഫ്റ്റി 50യുടെ അഗെയിൻ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടൊരു താഴോട്ടൊരു കറക്ഷൻ ഞാൻ അറ്റ് ദ മൊമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാര്യം എന്തെന്നാൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ ഒരു സ്ട്രോങ് ബേസ് 21,850 പോയിന്റിൽ ഫോം ചെയ്തിട്ടുണ്ട്. മാക്സിമം ആ ഒരു സപ്പോർട്ട് ലെവൽ വരെ താഴോട്ട് വരാൻ ചാൻസ് കാണുന്നുള്ളൂ. സർ, അതിനൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലെ കൂടി സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ശക്തമായിട്ടൊരു തിരിച്ചുവരവാണ് വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ചത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.02% വളരെ നേരിയ നേട്ടം മാത്രം രേഖപ്പെടുത്തി 47,297.5 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു ദിവസത്തെ വ്യാപാരം പരിശോധിക്കുകയാണെങ്കിൽ 47,200 മുകളിൽ വ്യാപാരം അല്ലെങ്കിൽ ആ ഒരു ട്രേഡിംഗ് സെഷൻ നിലനിർത്താനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഈ ഒരു സൂചികയിൽ സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സില് നമ്മൾ ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഈ ഫെബ്രുവരി ഒരു അവസാനം വരെ നമ്മൾ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗില് നല്ലൊരു റിക്കവറി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നമുക്ക് തന്നിരുന്നു. ആൻഡ് ദ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 47,500 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആഴ്ച തന്നെ നമുക്കൊരു ബുള്ളിഷ് ക്ലോസ് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ മുന്നിൽ 47,700, അതിനെ തുടർന്ന് 48,636 പോയിന്റ്, വിച്ച് ഇസ് അറൌണ്ട് ദ ഓൾ ടൈം ഹൈ ലെവൽ. ഇത് രണ്ടും ആയിരിക്കും പ്രധാനമായിട്ടുള്ള 2 റെസിസ്റ്റൻസ് ലെവൽസ്. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിന്റെ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ റിവ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വ്യാപാരത്തിൽ 0.8% നേട്ടത്തോടുകൂടി 125.85 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 16 രേഖപ്പെടുത്തിയ 132.6 എന്നൊരു നിലവാരമാണ്. പിന്നീട് അതിനുശേഷം നേട്ടം നിലനിർത്തണമെങ്കിൽ പോലും വലിയൊരു മുന്നേറ്റം ആ ഒരു ലെവലിലേക്ക് എത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടില്ല. PNBയുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ലെവലുകൾ ഏതൊക്കെയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സ്റ്റോക്കിലെ ഇമ്മീഡിയറ്റ് ആയിട്ട് 2 ടാർഗറ്റ് സോൺസ് നമുക്ക് മുന്നിൽ കാണുന്നത്. ആദ്യത്തെ 130 രൂപയിൽ, അതിനെ തുടർന്ന് 135 രൂപയിലും. ഈ നിലവിലുള്ള ഒരു ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് നെഗേറ്റ് ചെയ്തു പോകണമെങ്കിൽ സ്റ്റോക്ക് 117 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ഓട്ടോ സൂചികയിലേക്ക് കൂടി സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഓട്ടോയെ സംബന്ധിച്ച് പറയുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ പ്രതിമാസ ഓട്ടോ സെയിൽസ് ഡേറ്റ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ടാറ്റ മോട്ടോഴ്സിനൊരു മികച്ച പെർഫോമൻസ് ആണ് ഫെബ്രുവരിയിൽ നടത്തിയിരിക്കുന്നതെന്ന് കാണാം. ടാറ്റ മോട്ടോഴ്സിന്റെ ആ ഒരു പ്രതിമാസ സെയിൽസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾ സെക്ഷനിൽ ഏകദേശം 20% ഒരു വാർഷിക വളർച്ച രേഖപ്പെടുത്താനായിട്ട് ടാറ്റ മോട്ടോഴ്സിന് ഫെബ്രുവരിയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ എന്നാൽ അവരുടെ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ 4% വാർഷിക ഇടിവാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ള, അതായത് പാസഞ്ചർ വെഹിക്കിൾ ഡൊമസ്റ്റിക് വെഹിക്കിൾസിന്റെ ഒക്കെ സെയിൽസ് നോക്കുകയാണെങ്കിൽ മികച്ച ഒരു മുന്നേറ്റം നടത്താനായിട്ട് ഫെബ്രുവരിയിൽ സാധിച്ചിട്ടുണ്ട്. ജനുവരിയിലത്തെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോയും ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മികച്ച ഒരു മുന്നേറ്റം നടത്തിയിട്ടുമുണ്ടായിരുന്നു. 1.19% നേട്ടത്തോടു കൂടി
989 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 992.6 എന്നൊരു നിലവാരം ടെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട് സർ ഇനി മുന്നോട്ടേക്ക് വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ മോട്ടോഴ്സിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. ആൻഡ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ കാര്യമായിട്ട് നമുക്ക് കറക്ഷൻ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. നിലവിൽ സ്റ്റോക്ക് ഇസ് ട്രേഡിംഗ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്കിന് ഈ ഒരു ലെവലിൽ നിന്നും അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് 1040, 1080, അതിനെ തുടർന്ന് 1100 രൂപയിലും. സർ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരു ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ പെർഫോമിംഗ് ഇൻഡെക്സ് ആയി മാറിയിരിക്കുന്നത് നിഫ്റ്റി മെറ്റൽ സൂചികയാണ്. ശനിയാഴ്ചത്തെ സ്പെഷ്യൽ സെഷനിലും 1.5% നേട്ടത്തോടുകൂടി 8337.8 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി മെറ്റലുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇത്രയും ശക്തമായിട്ടൊരു മുന്നേറ്റം വരുമെന്ന്. സോ ഇറ്റ് റിയലി കോട്ട് മീ ബൈ സർപ്രൈസ്. ആൻഡ് നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിന്റെ കഴിഞ്ഞ 3 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ ശ്രദ്ധിക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ഒരു മുന്നേറ്റമായിരുന്നു കാഴ്ചവെച്ചിരിക്കുന്നത്. ദി ഇൻഡെക്സ് നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. കൈവശം നിഫ്റ്റി മെറ്റൽ ഹെവി വെയ്റ്റ്സ് നമ്മുടെ കൈവശം പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8350 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്ന് ഒരു 150 പോയിന്റിന്റെ നേട്ടം കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ അതിനോടൊപ്പം തന്നെ നിഫ്റ്റി മെറ്റലിൽ തന്നെ ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ വലിയ നേട്ടം തന്നെയാണ് നിക്ഷേപകർക്ക് ഈ ഒരു ഓഹരി നൽകി വരുന്നത്. ശനിയാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ 3.5% നേട്ടത്തിൽ 155.35 എന്നൊരു നിലവാരത്തിലായിരുന്നു ശനിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പുതിയൊരു 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 156.2 എന്നൊരു നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ക്ലോസിങ്ങും അതിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഓഹരി നടത്തിയിട്ടുള്ളത്. ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അനില, നമ്മുടെ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് ഇത്രത്തോളം മുന്നേറ്റം നൽകാൻ ഒരു പ്രധാന കാരണം നാച്ചുറലി വാസ് ടാറ്റ സ്റ്റീൽ. ആൻഡ് ടാറ്റ സ്റ്റീൽ 52 വീക്ക് ഹൈ അല്ല, ഞാൻ നോക്കുമ്പോഴേക്കും അതൊരു ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കയ്യിൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 160, അതിനെ തുടർന്ന് 165 രൂപയിലായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. സർ ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് രാജേഷ് എന്നൊരു പ്രേക്ഷകൻ റെയിൽ വികാസ് നിഗം ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ശനിയാഴ്ച 2.17% നേട്ടത്തിൽ 251.55 എന്നൊരു നിലവാരത്തിനായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായ സെഷൻസിലെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. RVNLുമായി ബന്ധപ്പെട്ട് ഇനി ആ ഒരു ഓഹരി കൈവശം സൂക്ഷിച്ചിരിക്കുന്ന നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? RVNL കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകളായിട്ട് നല്ലൊരു കളക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് RVNL മാത്രമല്ല, ഓൾമോസ്റ്റ് ഏത് മേജർ റെയിൽവേ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും അതേ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. RVNLന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 238. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് നമുക്കൊരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 280 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 280 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ദർ ഇസ് എ സ്ട്രോങ് പോസിബിലിറ്റി നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ലെവൽ കാണാൻ സാധിക്കും. സർ സെബിൻ എന്നൊരു പ്രേക്ഷകൻ ജയ്പ്രകാശ് പവർ വെഞ്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. JP പവർ കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3.5% നേട്ടത്തിൽ 18.95 എന്നൊരു നിലവാരത്തിലായിരുന്നു. ഒരു സ്മോൾ ക്ലാസ് ഫേസിൽ പെട്ട ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ജയപ്രകാശ് ഗ്രൂപ്പില് ജയപ്രകാശ് പവർ ആൻഡ് ജയപ്രകാശ് അസോസിയേറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 2 കമ്പനിയുടെയും ഫൈനാൻഷ്യൽസ് അത്ര മികച്ചതല്ല.
ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ രണ്ട് സ്റ്റോക്സിലും കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് കാണുന്നത് ലോട്ട് ഓഫ് സ്പെക്യുലേറ്റീവ് ബൈങ് നടക്കുന്നുണ്ട്. സോ നമ്മളൊരു പ്യുവർ സ്പെക്യുലേറ്റീവ് ട്രേഡിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 20 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. 20 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും നമുക്ക് 2 മുതൽ 3 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഈ സ്റ്റോക്കിന് ഒരു 52 വീക്ക് ഹൈ കാണാൻ സാധിക്കുന്ന 24 രൂപയിലാണ്. സർ, സിന്ധു എന്നൊരു പ്രേക്ഷക IREDയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി 2.13% നേട്ടത്തിൽ 160.6 എന്നൊരു നിലവാരത്തിലായിരുന്നു ശനിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 6 രേഖപ്പെടുത്തി 214.8 എന്നൊരു നിലവാരമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുന്ന ഒരു ഓഹരി കൂടിയാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? സോ IREDA ലിസ്റ്റിംഗിന് ശേഷം നല്ല നേട്ടം നൽകിയിരിക്കുന്ന അപൂർവ ചില സ്റ്റോക്സിൽ ഒന്ന് IREDA. ആൻഡ് IREDA നോക്കുമ്പോഴേക്കും അഗെയിൻ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ഫെബ്രുവരി നല്ലൊരു കറക്ഷൻ നേരിട്ടിരുന്നു. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിലെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 138 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കാം. 138ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. നമുക്ക് 2 മേജർ ടാർഗറ്റ് സോൺസ് കാണാൻ സാധിക്കുന്ന, ആദ്യത്തെ 180ഉം രണ്ടാമത്തെ 218ഉം. സർ, അതിനോടൊപ്പം തന്നെ സംഗീത് സന്തോഷ് ഈ ഒരു ക്വസ്റ്റിനോട് തന്നെ ആഡ് ചെയ്യുകയാണ്, ഈ ഒരു റിന്യൂവബിൾ എനർജി മേഖലയിൽ സാറിന്റെ ഫോക്കസിലുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ്? അറ്റ് ദ മൊമെന്റ് അല്ല, ഈ ഒരു സെക്ടറിൽ വേറെ ഒരു സ്റ്റോക്കിൽ ഇൻ ദ ഷോർട്ട് ടേം ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് എൻ്റെ ഒരു വ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ അങ്ങനെ ആ ഒരു ഓവർ ഹീറ്റഡ് സോണിലോട്ട് പോകുമ്പോഴേക്കും വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ വിത്ത് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സ്. സർ, കിരൺ എന്ന പ്രേക്ഷകൻ ഫെഡ്ഫിനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.41% നേട്ടത്തിൽ 123.3 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 53 ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 15 രേഖപ്പെടുത്തിയ 153.6 എന്നൊരു നിലവാരമാണ്. അതിനുശേഷം വലിയ തോതിലൊരു നേട്ടം രേഖപ്പെടുത്താൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുമില്ല. ഫെഡ്ഫിനയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് ഫെഡ്ഫിന. ഓൺലി പ്രോബ്ലം ഇസ് ദാറ്റ് ഈ സ്റ്റോക്ക് ലിസ്റ്റിംഗിന് ശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സോ അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. നമ്മളൊരു എഗൻസ്റ്റ് ദ ട്രെൻഡ് നമുക്കൊരു അല്പം വോളറ്റിലിറ്റിക്ക് നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ ആൻഡ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ആദ്യത്തെ ഒരു ചെറിയ പൊസിഷൻ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. ബട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ഈ സ്റ്റോക്ക് 118 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ ദർ വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ഓഫ് സെല്ലിംഗ് പ്രഷർ. സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ സ്റ്റോക്ക് 130 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, അജേഷ് എന്നൊരു പ്രേക്ഷകൻ IDFC ലിമിറ്റഡ് ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. IDFC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി 0.47% നേട്ടത്തിൽ 118.1 എന്നൊരു നിലവാരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹരിയുടെ 53 ഹൈ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയ 137 എന്നൊരു നിലവാരമാണ്. IDFC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ IDFCയിൽ നമ്മൾ കഴിഞ്ഞ ഒത്തിരി ദിവസങ്ങളായിട്ട് വി ആർ സീയിങ് എ കൺസോൾട്ടേഷൻ ഹാപ്പനിങ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിന്റെ ഒരു സെല്ലിംഗ് പ്രഷർ കറക്ഷന്റെ അവസാനത്തെ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ബോത്ത് ഫ്രം എ വാല്യൂ ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ് നമ്മൾ വളരെ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് IDFC. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഈവൻ IDFC ഫസ്റ്റ് ബാങ്ക്. IDFCയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 121 രൂപ 50 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം.
സർ ബിജി തമ്പി എന്ന പ്രേക്ഷകൻ സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.5% ഇടിവിൽ 44 രൂപ എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2-ാം തീയതി രേഖപ്പെടുത്തിയ 50.6 എന്ന നിലവാരമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് വലിയ തോതിലൊരു കറക്ഷൻ നേരിടുന്ന ഒരു ഓഹരി കൂടിയാണ് സുസ്ലോൺ എന്ന് പറയുന്നത്. സുസ്ലോണുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? See, Suslan case, the long-term trend is very much bullish, but short-term trend is sideways. See, short-term, we have got to be very, very careful because stock 39 രൂപ is a major support area. 39 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോക്കിൽ നമുക്കൊരു നല്ല സെല്ലിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുസ്ലോൺ മുതലായ സ്റ്റോക്സ് ഒക്കെ തന്നെ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റോക്സ് ആണ്. സോ നിഫ്റ്റിയിലെ കറക്ഷൻ വരുന്ന സമയത്ത് ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ എൻ്റെ ഒരു നെഗറ്റീവ് ബയസ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 47 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ അമൃത എന്നൊരു പ്രേക്ഷക ഹഡ്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.39% നേട്ടത്തിൽ 195.15 എന്നൊരു നിലവാരമാണ്. ഓഹരിയുടെ ഒരു 50 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2-ാം തീയതി രേഖപ്പെടുത്തി 226.45 എന്ന നിലവാരം കൂടിയായിരുന്നു. അതിനുശേഷം വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സൈഡ് വേസ് ട്രെൻഡ് ആണ് മേജറായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? See, long-term trend ഹഡ്കോയിന്റെ കേസിൽ വെരി മച്ച് ബുള്ളിഷ്, ഒരു പ്രോബ്ലം കാണുന്നില്ല. ബട്ട് ഫെബ്രുവരി മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 215 രൂപ. 215ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സ്റ്റോക്കിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. നിലവിലുള്ള ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നു 226.45 രൂപ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 180 രൂപ. 180ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി മാറും. സർ അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ മാക്സ് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 4.5%, കൃത്യമായി പറഞ്ഞാൽ 4.99% നേട്ടത്തിൽ 773.55 എന്നൊരു നിലവാരത്തിലായിരുന്നു, ഒരു അപ്പർ സെക്യൂർ നിലവാരത്തിലായിരുന്നു ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. മാക്സ് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? മാക്സിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ഈസ് ലിറ്റിൽ ബിറ്റ് ബെയറിഷ്. സോ മാക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 685 രൂപ. ആ ഒരു സപ്പോർട്ട് ഈ ആഴ്ച നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു ബൈങ് അവസരം ഈ ആഴ്ച ലഭിക്കും. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സോ ലെറ്റ് us വെയിറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. സർ അതിനോടൊപ്പം തന്നെ HDFC ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ HDFC ബാങ്കിന്റെ കേസിൽ ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 1720 രൂപ ഒരു പീക്ക് ലെവൽ എത്തിയതിനു ശേഷം വി ഹാവ് സീൻ കണ്ടിന്യൂസ് സെല്ലിംഗ്. ബട്ട് എങ്കിലും ത്രൂ ഔട്ട് ഫെബ്രുവരി മന്ത് നമുക്ക് കാണാൻ സാധിച്ച ഒരു നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്ത് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1460 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് കാണുന്ന 1490 രൂപ. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 1580. 1580 രൂപയുടെ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ഓൾ ടൈം ഹൈ വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ അവസാനമായിട്ട് പിരാമൽ എന്റർപ്രൈസുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. So Piramal Enterprises, unfortunately, at the moment, നമുക്ക് ട്രെൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണുന്നത്. എങ്കിലും നല്ലൊരു സപ്പോർട്ട് ബേസ് 840 റുപ്പീസിൽ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ ആഴ്ച നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യാൻ സാധിക്കും. 980 രൂപയുടെ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 980 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ബിക്കം ബുള്ളിഷ്.